നിംസിത ഓൻ്റെ മുമ്പിൽ തന്നെ ചോദിക്കാൻ നിംസിത ഓനിപ്പോൾ ഇവിടെ ടൗൺ ഹൗസ് എല്ലാം വാങ്ങി ഇവിടെ കുറേ ടൗൺ ഹൗസ് ഉണ്ട് ഇവിടെ പൊട്ടിപ്പാളിയ സമയത്ത് പൈസ എല്ലാം വേസ്റ്റ് ആകാൻ നിംസിത. ഈ മോന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നിനക്ക് കാണിച്ചു തരാം. എടാ നീ കണ്ട അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ടൗൺ ഹൗസ് ഒക്കെ കണ്ട് പേടിച്ചെന്ന് അറിയില്ലേ? നീ ഇന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഭാര്യയായി. നീ ഇപ്പൊ ബെഡ് സ്പേസിൽ നീ എവിടേക്കാ പോവാ? സ്റ്റുഡിയോ ഇല്ലേ? നിനക്ക് മക്കളായി കഴിഞ്ഞാൽ നീ 1 ബെഡ്റൂമിൽ പോകും. വലിയ കുട്ടികളായി 2 ബെഡ്റൂം എടുക്കും. കുറച്ച് കഴിഞ്ഞാൽ 4 ബെഡ്റൂം ടൗൺ ഹൗസ് എടുക്കും. ഇപ്പൊ അവൻ എടുത്തത് എന്താ? 4 ബെഡ്റൂം ടൗൺ ഹൗസ്. അവന് 4 കൊല്ലം എടുക്കുമ്പോഴേ 1.6 മില്യൺ എടുത്തത്. ഇപ്പൊ 2.9 മില്യൺ ആണ് ഒരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് കിട്ടാനുള്ളത്. ഇന്ന് ആലോചിക്കും, ഒരു വെള്ളത്തിന്റെ അംശം ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിൽ കണ്ടെന്ന് തന്നെ അപ്രീസിയേഷനാ. അത് 100 അല്ല 150%. ഇവിടെ ഓയിൽ വെച്ചിട്ടല്ല പോണം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിന്റെ കയ്യിൽ ഒരു ജ്യൂസ് കുടിക്കാണ്ടെങ്കിലല്ല ജ്യൂസിന്റെ രുചി എനിക്ക് അറിയുള്ളൂ. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിലും ഗോൾഡിലൊക്കെ കൊണ്ട് ഗോൾഡ് ശരിയാണ് ഫിസിക്കൽ അസറ്റ്, പക്ഷെ അതിൽ നിന്ന് ഒരു റിട്ടേൺ എടുക്കാൻ പറ്റുമോ? ഇവന് 4 വർഷം കഴിഞ്ഞ് ഇന്ന് അവനത് വാടക കൊടുത്ത് 75 ലക്ഷമാണ് അവനക്ക് ഇയർലി കിട്ടാൻ പോണ നാട്ടിലത്തെ. 75 ലക്ഷം? ഈ എന്താ പറയണത്? വെറുതെ ആണോ അവന് ഉണ്ടാക്കിയത്? അപ്പൊ നിനക്ക് ബേജാറുണ്ടോ? പക്ഷെ കയ്യിൽ കാശുള്ളവന് ഇത് എവിടെ ഇടാന്ന് അവരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലടാ, അത് അവർക്ക് അറിയാം.